ഇനി വരാൻ പോകുന്നത് തിരഞ്ഞെടുപ്പുകളുടെ ഒരു കാലമാണ്. തിരഞ്ഞെടുപ്പുകളുടെ കാലം എന്ന് പറയപ്പെടുമ്പോൾ ആദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് 2025 നവംബർ മാസത്തിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഇങ്ങനെ രണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ കടന്നു പോകാൻ തുടങ്ങുകയാണ് കേരളത്തിൽ. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ തന്നെ പലതരത്തിലുള്ള ചിന്തകൾ ഇപ്പോൾ തന്നെ ആവിർഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് എപ്പോഴും മേൽക്കൊയ്മ നേടുന്നത് CPM നയിക്കുന്ന LDF സംഘടനകൾ തന്നെയാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ഒരു സമീപനം തന്നെയാണ് സ്വീകരിച്ചു പോകുന്നതും അതുതന്നെയാണ് നമ്മൾ കണ്ടതും. ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലും അത്തരത്തിലൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് എങ്കിൽ ഏകദേശം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ 500-ലധികം സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്നത്. അതേ ഒരു നിലനിൽപ്പ് തന്നെയായിരിക്കും, അതേ രീതി തന്നെയാണ് ഇനിയും നിലനിൽക്കുന്നതെങ്കിൽ ഇടതുപക്ഷത്തിനെ 2026 പരാജയപ്പെടുത്തുവാൻ നന്നേ ഉയർക്കേണ്ടി വരും UDF എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുകൂടി പറഞ്ഞു വെക്കാം. അപ്പോൾ ഞാനിത് ആദ്യം സൂചിപ്പിച്ചത് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണെങ്കിലും പലർക്കും ഇത് ഒരു ബാലികേറ മല തന്നെയാണ്. പല രാഷ്ട്രീയ പാർട്ടികൾക്കും ചെറു സംഘടനകൾക്കും പ്രാദേശിക പാർട്ടികൾക്കുമൊക്കെ ഒരു ബാലികേറ മലയാണ്. കാരണം പ്രാദേശിക പാർട്ടികൾ നമുക്കറിയാം, കേരളത്തിൽ കോൺഗ്രസിനെ ഒപ്പം തന്നെ CPMനെയുമൊക്കെ പരസ്പരം പഴിചാരുകയും അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് അധികാരം പങ്കിടുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്നത് കേരള കോൺഗ്രസ്സുകളാണ്. കേരള കോൺഗ്രസ്സുകൾ എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും പിളരും തോറും വളരുകയും ചെയ്യുമെന്ന് പണ്ട് KM മാണി പറഞ്ഞതുപോലെ ഇന്നും അതൊരു തുടർക്കഥയായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം 12ഓളം കഷ്ണങ്ങളായി മാറിയ ഒരു പ്രസ്ഥാനമാണ് ഈ കേരള കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. എന്നിട്ടും കൂട്ടിമുട്ടലുകളും കൂടിച്ചേരലുകളുമായിട്ടൊക്കെ ഇവർ പലപ്പോഴും മുന്നോട്ട് പോകാറുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലാണെങ്കിലും ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലാണെങ്കിലും ഇവർ ഇപ്പോൾ നിൽക്കുന്ന മുന്നണികളോടൊപ്പം തന്നെയായിരിക്കുമോ നിൽക്കുക എന്നുള്ളതാണ്. അതിന് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ അവർക്ക് ലഭിക്കേണ്ട പ്രാതിനിധ്യം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പല മേഖലകളിലും മാറി നിൽക്കുവാനുള്ള സാധ്യത, ഇടതുപക്ഷത്ത് നിന്ന് മാറി നിൽക്കുവാനുള്ള സാധ്യത KM മാണിയുടെ പാർട്ടിയായിട്ടുള്ള കേരള കോൺഗ്രസ് എം, അതായത് ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. അതുമാത്രമോ, ഈ കേരള കോൺഗ്രസ് എം മാത്രമല്ല ഇപ്പോൾ ഇങ്ങനെ പ്രതിരോധത്തിലാവുന്നതാണ്. ഒപ്പം കേരള കോൺഗ്രസ്സുകളിൽ തന്നെ ഇപ്പോൾ PJ ജോസഫ് നയിക്കുന്ന വിഭാഗം, UDFനോടൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ് J വിഭാഗം, PJ ജോസഫ് വിഭാഗം, ആ PJ ജോസഫ് വിഭാഗത്തിലും അസംതൃപ്തരും ഒപ്പം തന്നെ അസന്തുഷ്ടരുമുണ്ട് എന്നുള്ളതാണ്. നേതാക്കളിൽ ഇതേ പ്രവണതയാണ് ജോസ് കെ മാണി വിഭാഗത്തിനോടൊപ്പം നിൽക്കുന്നവരിലുമുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്കറിയാൻ കഴിയുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറെടുപ്പ് നടത്തുകയാണ് ഇപ്പോഴത്തെ MP കൂടിയായിട്ടുള്ള ജോസ് കെ മാണി. ജോസ് കെ മാണിക്ക് നിയമസഭയിലേക്ക് എത്തി ഒരു മന്ത്രി പദവി അലങ്കരിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഒരു ആഗ്രഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉണ്ട്. പക്ഷേ അത് പരാജയത്തിൽ കലാശിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. പാലായിൽ, അതായത് KM മാണിയുടെ പാലായിൽ പരാജയം രുചിച്ചിട്ടില്ലാത്ത പാലായിൽ പരാജയം രുചിപ്പിച്ച മകനാണ് ജോസ് കെ മാണി എന്നുകൂടി നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ജോസ് കെ മാണി മന്ത്രിപദമൊക്കെ മോഹിച്ചെത്തുമ്പോൾ അവസാനം ആ മന്ത്രി പദവി കൈയാളുന്നത് റോഷി അഗസ്റ്റിനാണ്. ഈ കേരള കോൺഗ്രസ് എമ്മിലെ നേതാവ് തന്നെയായ റോഷി അഗസ്റ്റിൻ. ഈ റോഷി അഗസ്റ്റിനും ഒപ്പം തന്നെ N ജയരാജുമൊക്കെ ഇപ്പോൾ ജോസ് കെ മാണി നയിക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് മുന്നോട്ട് പോകുവാൻ താല്പര്യക്കുറവുള്ളവരാണ് എന്നുള്ളതാണ്. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലേക്ക് എത്തുവാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അതുമാത്രമല്ല, ഇടുക്കി സീറ്റിൽ കണ്ണുവെച്ചുകൊണ്ട് തന്നെയാണ് വീണ്ടും അവിടെ അധികാരത്തിലേക്ക് എത്തുവാനും അവിടെ MLA ആകുന്നതിനും വേണ്ടിയിട്ട് റോഷി അഗസ്റ്റിന് ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകുവാനാണ് താല്പര്യം. അത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് റോഷി അഗസ്റ്റിനും ഒപ്പം തന്നെ N ജയരാജും മടങ്ങി UDFിലേക്ക് പോകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എങ്കിൽ ജോസ് കെ മാണി വിഭാഗത്തിലെ ഒരു വിഭാഗം
ഇപ്പോഴും ഇടതുമുന്നണിയോടൊപ്പം സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ജോസ് കെ മാണിക്ക് എന്ത് തീരുമാനം എടുക്കാമെന്ന് ചോദിച്ചാൽ ഒരു തീരുമാനവും കൃത്യമായി എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഗതികേട് എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് ആരോടൊപ്പം നിൽക്കണം, ആരോടൊപ്പം ചേർന്ന് സഞ്ചരിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുവാൻ കഴിയാതെ ഉഴലുകയാണ് ജോസ് കെ മാണി. ഇതേപോലെ തന്നെയാണ് പി ജെ ജോസഫിൻ്റെ സ്ഥിതി. പി ജെ ജോസഫ് രോഗബാധിതനായി തൊടുപുഴയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒതുങ്ങുമ്പോൾ മകനെ അപ്പു ജോസഫിനെ തിരികെ കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം വളരെ കൃത്യമായി അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഈ മോൻസ് ജോസഫും ഫ്രാൻസിസ് ടി ജോർജും ഒക്കെ അടങ്ങുന്ന ഒരു വിഭാഗം, ഒരു പ്രബല വിഭാഗം, അതായത് ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനുള്ളിലെ പ്രബലരായിട്ടുള്ള നേതാക്കളായിട്ടുള്ള മോൻസ് ജോസഫ് ആണെങ്കിലും ഫ്രാൻസിസ് ജോർജ് ആണെങ്കിലും ഒക്കെ അടങ്ങുന്ന വിഭാഗം വളരെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടി വീണ്ടും ഒരു പിളർപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗം എന്ന് പറയപ്പെടുന്നത് അപ്പു ജോസഫിനെ ചെയർമാൻ പദവിയിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തുമ്പോൾ അവിടെ ഒരു വലിയ പ്രതിബന്ധമുണ്ടാകുന്നു, ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തൊടുപുഴ ജില്ലാ കമ്മിറ്റി അടക്കം, കേരള കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി അടക്കം എതിർ നിൽക്കുന്ന ഒരു നേതാവാണ് അപ്പു ജോസഫ് എന്ന് പറയപ്പെടുന്നത്. ഇന്നലെ കിളുത്ത ഒരു വാഴ പോലെ പെട്ടെന്നൊരു നേതാവിനെ ഉണ്ടാക്കിയെടുത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചാൽ അത് അംഗീകരിക്കുവാൻ കേരള കോൺഗ്രസ് എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാവില്ല. അപ്പോൾ കേരള കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന നേതാക്കന്മാരുടെ പാർട്ടി ആയതുകൊണ്ട് തന്നെ നേതാക്കന്മാർ അധികമുള്ള പാർട്ടിയിലെ ഇനിയൊരു പുതിയ നേതാവിനെ അംഗീകരിക്കുവാൻ കഴിയുന്ന സാഹചര്യം അവർക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അപ്പു ജോസഫിനെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അപ്പു ജോസഫും ജോസഫിനോടൊപ്പം നിൽക്കുന്ന കുറച്ചു പേരും ചേർന്ന് ഈ ജോസഫ് വിഭാഗത്തിനുള്ളിൽ തന്നെ ഒരു വലിയ പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ ഒരു പിളർപ്പോ ഉണ്ടാകാം. അങ്ങനെ വരികയാണെങ്കിൽ മോൻസ് ജോസഫും ഫ്രാൻസിസ് ജോർജും അടങ്ങുന്ന ഒരു വലിയ വിഭാഗം ഈ UDF-ൽ തന്നെ നിൽക്കുവാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ റോഷി അഗസ്റ്റിനും N ജയരാജും അടങ്ങുന്നവർ ഇടതുമുന്നണിയിൽ നിന്ന് മോൻസ് ജോസഫിനോടൊപ്പവും ഫ്രാൻസിസ് ജോർജിനോടൊപ്പം ചേർന്നൊരു പുതിയ കേരള കോൺഗ്രസ് മുന്നണി രൂപീകരിക്കുവാനുള്ള സാധ്യത, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുവാനുള്ള സാധ്യത വിദൂരതയിലല്ല. അങ്ങനെ വരുമ്പോൾ ജോസ് കെ മാണി വിഭാഗവും തൊടുപുഴയിലുള്ള പി ജെ ജോസഫിൻ്റെ വിഭാഗവും രണ്ടായിട്ട് പിളരും. അങ്ങനെ അവർ രണ്ടുപേർ ചേർന്ന് പിളർന്ന് 4 പാർട്ടിയല്ല ഉണ്ടാകുന്നത്, പകരം മൂന്നാമതൊരു പാർട്ടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. UDF-നോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് മോൻസ് ജോസഫും ഫ്രാൻസിസ് ജോർജും റോഷി അഗസ്റ്റിനും N ജയരാജനും ചേർന്ന് രൂപം കൊടുക്കുന്ന പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാകുന്നു. അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അവർ UDF-നോടൊപ്പം നിൽക്കും. കാരണം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലം റോഷി അഗസ്റ്റിൻ്റെ കൈയാളാം. ഒപ്പം തന്നെ ഫ്രാൻസിസ് ജോർജിനും മോൻസ് ജോസഫിനും അവരവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സീറ്റുകൾ നേടി അധികാരത്തിലെത്തുകയാണെങ്കിൽ മന്ത്രി പദവികളിലേക്കും എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയിലാണ് ഇവർ UDF-നുള്ളിലേക്ക് എത്തുന്നതും ജോസഫ് വിഭാഗത്തിൽ നിന്നും ജോസ് കെ മാണി വിഭാഗത്തിനെയും പിളർത്തിപ്പോരുന്നതും എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതൊരു സാഹചര്യമാണ്, രാഷ്ട്രീയ സാഹചര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള ഒരു മാറ്റങ്ങൾക്ക് വേദിയായി തുടങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയായാൽ 2026 ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ അനുകൂലിക്കുന്നവർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഇവരെ പ്രതികൂലിക്കുന്ന ഘടകമായി മാറുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് വലുതായിരിക്കും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 LDF മൂന്നാമതും അധികാരത്തിലേക്ക് എത്തുമെന്ന് അവർ മനപ്പായസമുണ്ടുന്നുണ്ട്. പക്ഷേ അത് പ്രായോഗികമാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പല കക്ഷികളും ഇപ്പോൾ MP വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി, MP ശ്രേയംസ് കുമാറിൻ്റെ പാർട്ടി ആണെങ്കിൽ കൂടിയും അവരും അതിൽ നിന്ന് പുറത്തു പോകുവാനുള്ള സാഹചര്യം എപ്പോഴാണ് എന്ന് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ LDF-ൽ നിന്ന് ചില ഘടകകക്ഷികൾ പുറത്തു ചാടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ LDF-ൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു രീതി 2026 മൂന്നാമതും അധികാരത്തിലെത്താൻ കഴിയുമെന്ന ഒരു തോന്നൽ ചിലപ്പോൾ പാടെ അസ്ഥാനത്തായി പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ UDF-ലേക്ക് എത്തി അധികാരത്തിലേക്ക് എത്താമെന്ന് വ്യാമോഹിക്കുന്ന റോഷി അഗസ്റ്റിനാണെങ്കിലും ഈ മോൻസ് ജോസഫിനാണെങ്കിലും N ജയരാജാണെങ്കിലും ഒപ്പം തന്നെ ഫ്രാൻസിസ് ജോർജ് ആണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ അവരടങ്ങുന്ന ഒരു കൂട്ടം ആൾക്കാർ തന്നെ
അവരുടെയും ചിന്തകൾ ചിലപ്പോൾ അത് മോഹങ്ങൾ എന്ന് പറയപ്പെടുന്ന വ്യാമോഹമായി പോയേക്കാം. ഇനി ഇതൊന്നുമല്ലാതെ ഇവർക്ക് അധികാരത്തിലേക്ക് എത്തുവാൻ കഴിയണം എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പാലായിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2026 നിയമസഭാ മണ്ഡലത്തിലേക്ക് ജോസ് കെ മാണി മത്സരിച്ചാൽ ഈ ഒരു പിളർപ്പിന് ശേഷമാണെങ്കിൽ ജോസ് കെ മാണിക്ക് അവിടെ നിന്ന് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പോലും അവിടെ നിന്ന് വിജയിക്കുവാൻ കഴിയുക എന്നുള്ളത് വളരെ പരിതാപകരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ഒരു പിളർപ്പിന് ശേഷമാണെങ്കിൽ അത് കുറച്ചുകൂടി കഠിനമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം കേരള കോൺഗ്രസ് എം, അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലും വലിയ പൊരുത്തക്കേടുകൾ നടക്കുന്നുണ്ട്. ആ പൊരുത്തക്കേടുകൾ ഒരു വലിയ പിളർപ്പിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പാർട്ടികൾ പിളർന്ന് വീണ്ടും ഒരു പാർട്ടി കൂടി ഉണ്ടാകും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് കേരള കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് വളരും തോറും പിളരും തോറും വീണ്ടും വളരുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നത് അന്വർത്ഥമാകാൻ പോകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.